കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഭയിൽ പുതിയതായി 2 വാഴ്ത്തപ്പെട്ടവരും 4 ധന്യരും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ലിയോ മാർപ്പാപ്പ റോം രൂപതയിലെ ഇടവകകൾ സന്ദർശിക്കും. ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ഡൊമിനിക് കോക്കാട്ട് കാലം ചെയ്തു. നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട വൈദികൻ 2 മാസത്തിനു ശേഷം മോചിതനായി. ആൾമാറാട്ടവും സൈബർ തട്ടിപ്പും മാർ ആൻഡ്രൂസ് താഴത്ത് പരാതി നൽകി. തിരുഹൃദയ ഭക്തി വിഷയമാക്കിയ സിനിമ തിയേറ്ററുകളിൽ. വാർത്ത വിശദമായി. സഭയിൽ പുതിയതായി 2 വാഴ്ത്തപ്പെട്ടവരും 4 ധന്യരും. പുതിയതായി 2 വാഴ്ത്തപ്പെട്ടവരെയും 4 ധന്യരെയും അൾത്താര വണക്കത്തിനായി ഉയർത്തുന്ന ഉത്തരവുകൾക്ക് ലിയോ 14 പാപ്പ അംഗീകാരം നൽകി. ദേവദാസൻ അഗസ്റ്റ റാഫേൽ, മദർ മരിയ ഇഗ്നാസിയ എന്നിവരാണ് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെടുന്നത്. നെറീനോ കൊമ്പിയാങ്കി, ക്രോച്ചിഫിസ മിലിത്തേർണി, മരിയ ജിസൽ ദെ വിലയില, മരിയ തെക്ല അന്തോണിയ എന്നിവരാണ് ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് ഫാദർ അഗസ്റ്റോ റാഫേൽ. സേക്രഡ് ഹാർട്ട് മുസ്ലിം സിസ്റ്റേഴ്സ് സഭയുടെ സ്ഥാപകയാണ് മദർ മരിയ ഇഗ്നാസിയ. ധന്യപദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന നെറീനോ കൊമ്പിയാങ്കി അൽമായനാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ലിയോ മാർപ്പാപ്പ റോമിലെ ഇടവകകൾ സന്ദർശിക്കും. ലിയോ 14 പാപ്പ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി റോം രൂപതയിലെ 5 ഇടവകകൾ സന്ദർശിക്കും. നോമ്പിലെ ഞായറാഴ്ചകളിലാണ് സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 19 പാപ്പ റോം രൂപതയിലെ വൈദികരുമായി 2ാം വട്ടം കൂടിക്കാഴ്ച നടത്തും. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മാസം തന്നെ പാപ്പ റോമിലെ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ഡൊമിനിക് കോക്കാട്ട് കാലം ചെയ്തു. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സീറോ മലബാർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ഡൊമിനിക് കോക്കാട്ട് കാലം ചെയ്തു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരിക്കവേ ജനുവരി 25 രാവിലെ 10:58 ഗോരഖ്പൂർ ഫാത്തിമ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 1984 മുതൽ 2006 വരെ 22 വർഷം രൂപതയെ നയിച്ച അദ്ദേഹം വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. വൈക്കം സ്വദേശിയായ മാർ കോക്കാട്ട് കോൺഗ്രിഗേഷൻ ഓഫ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസയുടെ സ്ഥാപകനുമാണ്. നൈജീരിയയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട വൈദികൻ 2 മാസത്തിനു ശേഷം മോചിതനായി. നൈജീരിയയിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഫാദർ ബോംബോ പാസ്കൽ 2 മാസത്തെ തടവിലിനു ശേഷം മോചിതനായി. 2025 നവംബർ 17 കാഡുന അതിരൂപതയിലെ സെന്റ് സ്റ്റീഫൻ ഇടവക ദേവാലയത്തിൽ നിന്ന് അച്ഛനെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. ജനുവരി 17 വൈദികനെ വിട്ടയച്ചത്. വൈദികന്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ആർച്ച് ബിഷപ്പ് മാത്യു മാൻ ഓസോ നന്ദി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചയിലാണ് നൈജീരിയയിലെ 3 ദേവാലയങ്ങളിൽ ആക്രമണം നടത്തി 200ഓളം ക്രൈസ്തവരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. ആൾമാറാട്ടവും സൈബർ തട്ടിപ്പും മാർ ആൻഡ്രൂസ് താഴത്ത് പരാതി നൽകി. താനാണെന്ന തെറ്റായ അവകാശവാദം ഉന്നയിച്ച് അജ്ഞാതർ നടത്തുന്ന തട്ടിപ്പിനെതിരെ തൃശൂർ ആർച്ച് ബിഷപ്പും CBCI അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തന്റെ ഫോട്ടോ ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്ന് അജ്ഞാതൻ പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്ന് പരാതിയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നു. താനോ തന്റെ ഓഫീസോ CBCIയുടെ അംഗീകൃത ഓഫീസുകളോ കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ വീഡിയോ കോൺഫറൻസ് ലിങ്കുകളിലൂടെയോ സാമ്പത്തിക സഹായ അഭ്യർത്ഥനകൾ നടത്തിയിട്ടില്ലെന്ന് മാർ താഴത്ത് അറിയിച്ചു. തിരുഹൃദയ ഭക്തി വിഷയമാക്കിയ സിനിമ തിയേറ്ററുകളിൽ. യേശുവിനോടുള്ള തിരുഹൃദയ ഭക്തി കേന്ദ്ര പ്രമേയമാക്കിയ ബെൻഡോ കൊറോസൻ എന്ന മെക്സിക്കൻ സിനിമ തിയേറ്ററുകളിലെത്തി. തിരുഹൃദയ ഭക്തിയിലൂടെ സംഭവിക്കുന്ന വിശ്വാസത്തിന്റെ അനുഭവങ്ങളാണ് ചിത്രം പറയുന്നത്. മദ്യപാനിയായ ഭർത്താവും തിരുഹൃദയ ഭക്തിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഭാര്യയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നമുക്ക് വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.